ഹായ്, നമുക്കിന്നൊരു ഈന്തപ്പഴ ലഡു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ പറയാം. മെയിനായിട്ട് വേണ്ടത് 1 കിലോ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അടുത്തതായി 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 250 ഗ്രാം കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അടുത്തതായി നട്ട്സ് ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അടുത്തതായി ചെറിപ്പഴം ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അടുത്ത് ഏലക്ക ഒരു 10 ഗ്രാം. അടുത്ത കിസ്മിസ് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഉണക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത്രയാണ് ആവശ്യമുള്ള സാധനം. നമുക്ക് ഫസ്റ്റിലേക്ക് നമ്മൾ ഈന്തപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ആദ്യം ഇതിൻ്റെ കുരു നീക്കം ചെയ്യുക. അതിൻ്റെ സീഡ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു. നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. അടുത്തതായി നമുക്ക് ഒരു പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് ഞാനൊരു ഇൻഡക്ഷൻ കുക്കറിലാണ് ചെയ്യുന്നത്. ഓക്കെ, പാൻ ഇതിലോട്ട് വയ്ക്കുക. ഇൻഡക്ഷൻ കുക്കറിൽ ഇതിലോട്ട് നമ്മളെടുത്ത 1 കിലോ പഞ്ചസാര ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ആഡ് ചെയ്യുക. 1 കിലോ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 300 ml വരും. അത് ഇതിലോട്ട് ആഡ് ചെയ്യണം. അതായത് നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഒന്ന് ഓൺ ചെയ്തു. ഓക്കെ, ഓൺ ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ പഞ്ചസാര നന്നായിട്ട് അരിഞ്ഞ് വരത്തക്ക രീതിയിൽ തന്നെ ഇളക്കുക, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചിട്ട് കരിയാൻ ചാൻസ് ഉണ്ട്. പഞ്ചസാര നമുക്ക് ഈ വെള്ളമായിട്ട് നന്നായിട്ട് അരിഞ്ഞ് വരണം. നമുക്ക് ഈസി ആയിട്ട് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. ഇപ്പം പഞ്ചസാര ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ഈ പഞ്ചസാര ആയത് നോക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് തൊട്ട് നോക്കാം. അപ്പം ഇങ്ങനെ നൂല് പോലെ വരും. അപ്പോൾ ആ ഒരു കണക്കാണ് ഇതാവുന്നത്. അപ്പം നമുക്കിതിലോട്ട് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഏലക്ക പൊടിച്ചത് 10 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. പഞ്ചസാരയിലാണ്. അടുത്തതായി നമ്മൾ കിസ്മിസ് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നമ്മളിതിൽ ഇത് കഴുകി വെച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ ഇതിലോട്ട് പഞ്ചസാരയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് പഞ്ചസാര ആയിട്ടുണ്ട്. ഏകദേശം ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായി നമുക്ക് ആയാൽ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ട് നല്ല ചൂടായിരിക്കും, കൈ പൊള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇങ്ങനെ വരില്ലേ, അപ്പം ഈ ഒരു പരുവത്തിനാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്യാൻ ഓഫ് ചെയ്തു. അപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് നമുക്ക് ഈന്തപ്പഴം ഇതിലോട്ട് ആഡ് ചെയ്ത് 1 കിലോയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ പാവിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അടുത്തതായി നമ്മൾ കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. കോക്കനട്ട്, അപ്പോൾ കോക്കനട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 300 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലോട്ടെടുത്ത് നമുക്ക് നട്ട്സ് 200 ഗ്രാം എടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യും. അടുത്തതായി ചെറുപ്പഴം എടുത്തിട്ടുണ്ട് 200, അതും കൂടെ ഇട്ടു. ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കുറച്ച് തണുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കാം. നമുക്കൊന്ന് കുറച്ച് ഇത് തണുത്തിട്ടുണ്ട്, എന്നാലും ചൂടോടെയാണ് ഇത് ഉരുട്ടിയെടുക്കേണ്ടത്, എങ്കിലേ അത് ആ ഒരു രീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പം നമുക്കത് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ ലഡു ഉരുട്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഈന്തപ്പഴ ലഡു. അപ്പോൾ നമുക്കിത് പ്രത്യേകിച്ച് മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് 1/2 കിലോ പഞ്ചസാരയിൽ മതിയാകും. ഓക്കെ, നമുക്കിപ്പോൾ ഇത് 50 എണ്ണം കിട്ടിയിട്ടുണ്ട് ലഡു. നമ്മൾ 1 കിലോയ്ക്കാണ് ചെയ്തത്, 1 കിലോ ഈന്തപ്പഴത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.